ഇപ്പോൾ മിക്ക ആളുകൾക്കും എന്താണ് ഗോൾസ്, എന്തിനാണ് വേണ്ടി ചെയ്യണമെന്നുള്ളതിനെ പറ്റി യാതൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഗോൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കാര്യത്തോടെടുക്കുമ്പോൾ അവർക്ക് ഗോൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുകയില്ല. ആ ഗോൾസിന് അനുവാദമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് കൃത്യമായിട്ട് ഗോൾ ഡിഫൈൻ ചെയ്യാനും കൃത്യമായിട്ട് അതിൻ്റെ ബഡ്ജറ്റ് ഉണ്ടാക്കാനും എന്നൊക്കെ അത് അച്ചീവ് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് ഉണ്ടാക്കാനും അതിന് വേണ്ട കൃത്യമായിട്ടുള്ള മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റോ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അത് ഏത് അസറ്റ് ക്ലാസ്സിലാണോ വേണ്ടത് ആ അസറ്റ് ക്ലാസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് ഒരു ഇൻവെസ്റ്ററെ സഹായിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഒരു കാര്യം വെച്ചാൽ നോളജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഫിനാൻഷ്യൽ അഡ്വൈസറാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഒരു ബേസിക് നോളജുള്ള ഒരു ബേസിക് ആയിട്ടൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള നോളജും ആ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റർക്ക് വേണ്ടതാണെന്ന് മനസ്സിലാക്കാനും ആ ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് പറ്റും. ഇപ്പോൾ മിക്കപ്പോഴും ഞാൻ NRIസിൻ്റെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഡാറ്റ കാണുമ്പോൾ ഒത്തിരി അനാവശ്യമായിട്ടുള്ള യൂലിപ്പ് പോളിസികൾ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പോലും അറിയാത്ത ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒത്തിരി ഉണ്ടാവും. കാരണം അവർക്ക് ആകെ ഉണ്ടാവുന്നത് അവർക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു ബാങ്കിൽ നല്ലൊരു മാനേജറായിട്ട്. അവർ ആയിട്ട് ഉണ്ടായിരുന്ന ആ ബ്രാഞ്ചിൽ ആ മാനേജർ ഉണ്ടായിരുന്ന ടൈമിൽ നല്ല കുറേ പ്രൊഡക്ട്സ് അവർ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അവർ 3 വർഷം കഴിയുമ്പോൾ ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. ആ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഒരു റിട്ടയർമെൻറ്റ് ഏജിലാവുന്ന ടൈമിൽ നോക്കുമ്പോൾ മിക്കപ്പോഴും ഒരു പോളിസി എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു 5 വർഷം അടയ്ക്കണം. ആ 5 വർഷം കഴിയുമ്പോൾ പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ റിട്ടേൺ കിട്ടി തുടങ്ങുന്നത്. ആ 10 വർഷം ആകുമ്പോഴേക്കും വേറൊരു പോളിസിയും കൂടി ചേർന്ന് വെച്ചിട്ടുണ്ടാവും. ആ പോളിസിയിലേക്കുള്ള പ്രീമിയം ഇതിൽ നിന്ന് വരുന്ന ഇൻകമായിട്ട് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ആ വിറ്റ ആൾക്ക് മാത്രമേ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉള്ളൂ. ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഈ കാര്യം ഒരു കൃത്യമായിട്ടുള്ള നോളജബിൾ ഉള്ള ആൾക്കും കൃത്യമായിട്ട് നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു അഡ്വൈസർക്കും മാത്രമേ ആ ഒരു ഡിസിഷൻ കൃത്യമായിട്ട് എടുത്തു തരാൻ പറ്റുള്ളൂ.